നമ്മുടെ ദേവസ് ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നമ്മുടെ തമ്പലയിനെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചൂരമീൻ്റെ അച്ചാറാണ് കേട്ടോ. കുറേ പേരുടെ ചോദ്യം ഉണ്ടായിരുന്നു, ചേച്ചി മീനച്ചാർ എപ്പോഴാണ് ഉണ്ടാക്കുന്നത്, മീനച്ചാർ ഉണ്ടോ, അയച്ചു തരുമോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ശരീരത്തിന് അത്ര സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ഓർഡറുകളും പഴയ സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ മീനച്ചാറിൻ്റെ ചൂരമീൻ തന്നെയായിരുന്നു ആദ്യം ഉണ്ടാക്കിയതിന് നമുക്ക് നല്ലൊരു റിസൾട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇട്ടപടി തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ അടുത്തേക്ക് ഒരു ഓർഡർ വന്നാൽ അത് വെറുതെ ഒരു ഓർഡറായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. നമ്മളെ വിശ്വസിച്ചിട്ടല്ലേ ഒരാൾ പൈസ കൊടുത്ത് നമ്മുടെ സാധനം വാങ്ങുന്നത്. ആ വിശ്വാസം എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ നമ്മളും അതിനനുസരിച്ച് റിസ്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മീൻ വാങ്ങിക്കൊണ്ടുവന്നു. നല്ല ചൂരമീനാണ്. മീൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ മീനിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനമാണ് കേട്ടോ. നല്ല മീൻ കിട്ടിയാൽ മാത്രമേ ഞാൻ അച്ചാർ ഉണ്ടാക്കുകയുള്ളൂ. അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. മീനെല്ലാം നല്ല വൃത്തിയായി കഴുകി വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിൽ വെള്ളം ഒട്ടും ഇല്ലാതിരിക്കാനാണ് കേട്ടോ. നമുക്ക് വെള്ളം ഉണ്ടാകുന്നത് വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അച്ചാറുകളൊക്കെ കേടായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കാരണം ഇത് നമ്മൾ മാത്രം കഴിക്കുന്ന ഒരു സാധനമല്ലല്ലോ, പല വീടുകളിലേക്കും പോകുന്നതല്ലേ. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഓരോ ബോട്ടിൽ അച്ചാറും ഞാൻ തയ്യാറാക്കുന്നത്. മീനിന് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലാണ് മീനച്ചാർ ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റേതായ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. 1-2 പേര് വാട്സപ്പിൽ വന്ന് ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ, ചേച്ചി റെസിപ്പി മുഴുവനായിട്ട് എന്താ പറയാത്ത വീഡിയോസിൽ നിന്ന്. അയ്യോ പറയാട്ടോ, പക്ഷേ നമ്മൾ കുറേ കാലം ഉണ്ടാക്കി കുറേ തവണ തെറ്റി പിന്നെ ശരിയാക്കി പഠിച്ച ചില ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മുടെ ചെറിയൊരു ബിസിനസ് സീക്രട്ടായിട്ട് ഇരിക്കട്ടേന്നേ. സത്യം പറഞ്ഞാൽ ലാലാസ് പിക്കിൾസ് തുടങ്ങുമ്പോൾ ഇത്രയും മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കി, പിന്നെ വേറൊരു അച്ചാർ ഉണ്ടാക്കി നോക്കി, അങ്ങനെ മാങ്ങാച്ചാറായി, വെളുത്തുള്ളി അച്ചാറായി, മിക്സഡായി, ഈന്തപ്പഴമായി, ഇപ്പോൾ അതാ മീനച്ചാറായി, ബീഫ് അച്ചാറായി, എല്ലാം നമ്മൾ ആകെ ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു അച്ചാർ വിഭവം തന്നെയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ചിന്തകളായിരിക്കും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ, ടേസ്റ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസ് വരുമോ, ഇങ്ങനെ 100 ചിന്തകൾ എന്തായാലും ഓരോ അച്ചാർ ഉണ്ടാക്കുമ്പോഴും ഉണ്ടാവും കേട്ടോ. പുറത്തു നിന്ന് കാണുന്നവർക്ക് തോന്നും അച്ചാർ ഉണ്ടാക്കുന്നു, ബോട്ടിൽ നിറയ്ക്കുന്നു, വിൽക്കുന്നു, ഇതിലെന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന്. പക്ഷേ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് തന്നെ അറിയാം കേട്ടോ അതിൻ്റെ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടെന്ന്. സാധനം വാങ്ങണം, അതിൻ്റെ വില നോക്കണം, വൃത്തിയാക്കണം, ഉണ്ടാക്കണം, ബോട്ടിൽ റെഡിയാക്കണം, സ്റ്റിക്കർ ഒട്ടിക്കണം, ഓർഡർ എഴുതി വെക്കണം, അഡ്രസ്സ് നോക്കണം, പാക്കിങ് ചെയ്യണം, കൊറിയർ ചാർജ് നോക്കണം. ഇതിൻ്റെ ഇടയിലോ ഫോൺ കോളുകളും. ചേച്ചി അച്ചാർ ഉണ്ടോ, ചേച്ചി പ്രൈസ് എത്രയാ, ചേച്ചി ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ, ചേച്ചി ഫ്രിഡ്ജിൽ വെക്കണോ, ചേച്ചി എപ്പോൾ കിട്ടും, എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി കൊടുക്കണം. ചില സമയത്താണെങ്കിൽ ഒരേ ചോദ്യം 10 പേരോട് 10 തവണ പറയേണ്ടി വരും കേട്ടോ. പക്ഷേ അവരോടൊന്നും ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ, അവരാദ്യമായിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ 10ാമത്തെ തവണയായിരിക്കും മറുപടി പറയുന്നത്, അത്രയേ ഉള്ളൂ. നമ്മുടെ മീനൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനച്ചാറിന് വേണ്ടി ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കരിഞ്ഞും പോകരുത്, അതുപോലെ പാകമാകാതെ ഇരിക്കുകയും ചെയ്യരുത് കേട്ടോ. ഈ മീൻ മറക്കുന്ന മണം ഉണ്ടല്ലോ, അയ്യോ, ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും 2 പ്ലേറ്റ് ചോറ് കഴിച്ചില്ലെങ്കിൽ അതിശയം. ഞാനിവിടെ അച്ചാറുണ്ടാക്കുമ്പോൾ പലപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ. അടുത്ത് നമ്മുടെ ചിങ്കിടികൾ ആരും ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ചിന്തകളൊക്കെ അങ്ങനെ പുറകോട്ട് പോകും. ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ലല്ലോ. ചില സമയത്ത് നമ്മൾ ഒരുപാട് വിഷമിക്കും, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ മനസ്സിലാവും അന്ന് നമ്മളെ കരയിപ്പിച്ച ചില കാര്യങ്ങൾ ഇന്ന് നമ്മളെ കുറച്ചുകൂടി ശക്തരാക്കിയിട്ടുണ്ട് എന്ന്. ഞാനും ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ. എല്ലാം ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ പറയാറൊന്നുമില്ല. ചിരിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നു എന്നതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ വിഷമമില്ലെന്ന് അർത്ഥമില്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ, നമ്മൾ അവിടെ തന്നെ ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം എങ്ങും എത്തൂല. ചെറിയൊരു കാര്യമെങ്കിലും തുടങ്ങണം. എനിക്ക് പറ്റിയത് അച്ചാറായിരുന്നു. വലിയ ഫാക്ടറി ഒന്നുമില്ല, വലിയ മെഷീൻസ് ഒന്നുമില്ല, വലിയ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. എൻ്റെ കൈകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ തുടങ്ങിയതാണ് കേട്ടോ. അതിന് നമ്മുടെ ഫുൾ ഫാമിലിയും കട്ട സപ്പോർട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് ഇത്രയെങ്കിലും ഇങ്ങനെയെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത്. ആദ്യത്തെ ഒരു ഓർഡർ വന്നപ്പോൾ ഉണ്ടായൊരു സന്തോഷം ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. 1 ബോട്ടിലായാലും സന്തോഷം, 2 ബോട്ടിലായാലും നമുക്ക് സന്തോഷം. കാരണം പൈസയേക്കാൾ കൂടുതൽ നമ്മളുണ്ടാക്കിയ സാധനം ഒരാൾ വിശ്വസിച്ച് വാങ്ങി, അതല്ലേ ഏറ്റവും വലിയൊരു സന്തോഷം. അങ്ങനെ നമ്മുടെ മീനച്ചാറിൻ്റെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഞാൻ നേരത്തെ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ സ്റ്റേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും കിച്ചൺ മുഴുവൻ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഈ വീഡിയോ കാണുന്നവരിൽ ചൂരമീൻ അച്ചാർ ഇഷ്ടമുള്ളവർ ആരൊക്കെയാണെന്ന് പറയണം കേട്ടോ. അവരാരൊക്കെയാണോ അവർ വന്ന് കമൻറ്റിൽ പറയണേ. ഇവിടെ മസാലയൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ ഏത് അച്ചാറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഏത് അച്ചാറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നതും കൂടെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഞാൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അധികം ധൃതി പിടിച്ചങ്ങോട്ട് ചെയ്യാറില്ല കേട്ടോ. ചില കാര്യങ്ങൾക്ക് അതിൻ്റെ സമയം കൊടുക്കണമല്ലോ. ജീവിതം അങ്ങനെ തന്നെയാണ് എന്ന് ചിലപ്പോൾ ഒക്കെ തോന്നാറുണ്ട്. നമ്മൾ ഇന്നൊരു കാര്യം തുടങ്ങി നാളെ തന്നെ റിസൾട്ട് വേണമെന്ന് വിചാരിക്കും.
യൂട്യൂബ് തുടങ്ങിയാലും അങ്ങനെ ഒരു വീഡിയോ ഇട്ട് വ്യൂസ് ഇല്ല, രണ്ടാമത്തെ വീഡിയോ ഇട്ട് വ്യൂസ് ഇല്ല. അപ്പോൾ നമ്മൾ പറയും ഇതെനിക്ക് പറ്റില്ല. ബിസിനസ് തുടങ്ങിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു ദിവസം ഓർഡർ ഇല്ല, 2 ദിവസം ഓർഡർ ഇല്ല, അയ്യോ ബിസിനസ് പോയി. പക്ഷേ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. എൻ്റെ വീഡിയോ ചിലത് ഒരുപാട് ആളുകൾ കാണും, ചില വീഡിയോ വളരെ കുറച്ച് പേരായിരിക്കും കാണുന്നത്. ആദ്യമൊക്കെ അതൊക്കെ കണ്ടാൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു കാര്യം പഠിച്ചു, വ്യൂസ് കുറവാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നത് നിർത്തിയിട്ടുണ്ട് പിന്നെ ഒരിക്കലും വ്യൂസ് കൂടില്ലല്ലോ. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഇത് പറയുന്ന ഞാൻ തന്നെ ചിലപ്പോൾ കമ്പയർ ചെയ്യും കേട്ടോ. അവരുടെ വീഡിയോയ്ക്ക് ഇത്ര വ്യൂസ് ഉണ്ട്, അവരുടെ ബിസിനസ് അങ്ങനെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റൊക്കെ അങ്ങനെ പോകുന്നുണ്ടല്ലോ, എത്ര വീഡിയോയ്ക്ക് എന്താ ഇല്ലാത്തത്. ഇന്ന് ഞാൻ തന്നെ എന്നോട് പറയും അവരുടെ യാത്ര വേറെ, എൻ്റെ യാത്ര വേറെ. നമ്മുടെ സമയം വരുമ്പോൾ നമ്മുടെ കാര്യങ്ങളും നടക്കും. അങ്ങനെ നമ്മുടെ ചൂരമീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത മീൻ മസാലയിലൊക്കെ ഇട്ട് ഇങ്ങനെ അച്ചാറാക്കി എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. നല്ല ചൂട് കുത്തരിച്ചോറും കുറച്ച് തൈരും പിന്നെ ഇതാ ഇച്ചിരി നമ്മുടെ ചൂരമീൻ അച്ചാറുണ്ടെങ്കിൽ അയ്യോ ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് ചോറ് വേണമെന്ന് തോന്നുന്നവർ കമൻറ്റ് ഇടണേ. അപ്പോൾ നമ്മുടെ ലാലാസ് പിക്കിൾസ് വാങ്ങിയിട്ടുള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലതാണെന്ന് പറയണം, എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അതും പറയണം കേട്ടോ. കാരണം നമ്മൾ ചെറിയൊരു ബിസിനസ്സാണ്, കസ്റ്റമേഴ്സ് പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടാണ് നമ്മൾ ഓരോ കാര്യവും ഇമ്പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ പറയാറില്ല, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബാച്ച് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഞാൻ പഠിക്കും. ചിലപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ വരാം കേട്ടോ, പക്ഷേ ഒരേ തെറ്റ് വീണ്ടും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മുടെ ബോട്ടിലൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നന്നായി ബോട്ടിൽ കഴുകി ഡ്രൈ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാതെ നല്ല രീതിയിൽ കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ബോട്ടിലുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് സെക്കൻഡുകളും കുറച്ച് മിനിറ്റുകളും മാത്രമുള്ള പണികളാണ് കേട്ടോ, പക്ഷേ ശരിക്കും ചെയ്യുമ്പോൾ മണിക്കൂറുകളാണ് കേട്ടോ ഇതിൻ്റെ പുറകെ. അതിൻ്റെ കൂടെ വീട്ടിലത്തെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഫോണ്, യൂട്യൂബ്, എഡിറ്റിങ്, തമ്പനെയിൽ, ടൈറ്റിൽ എന്ത് കൊടുക്കണമെന്ന ചിന്ത. രാത്രി കിടക്കുമ്പോൾ പോലും ചില ദിവസം തലയിൽ ഇതൊക്കെയാണ്, നാളെ എന്ത് വീഡിയോ ഇടും, ആ ഓർഡർ പാക്ക് ചെയ്തോ, ആ കസ്റ്റമറിന് റിപ്ലൈ കൊടുത്തോ, അങ്ങനെയാണ് കേട്ടോ ഇപ്പം എൻ്റെ അവസ്ഥ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ തിരക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള തിരക്കാണ് കേട്ടോ. കാരണം ഒരു സമയത്ത് ഒന്നും ചെയ്യാൻ തോന്നാതെ ഇരുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തൊക്കെ ചെയ്യണം, എന്നതൊക്കെ ഓർഡർ അയക്കാനുണ്ട്, അതൊരു വലിയ സന്തോഷമാണ് കേട്ടോ. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ളൊരു നേരമില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ ശരിക്കും നന്ദി പറയുകയാണ് കേട്ടോ. യൂട്യൂബിൽ വീഡിയോ കാണുന്നവരുണ്ട്, കമൻറ്റ് ചെയ്യുന്നവരുണ്ട്, ലൈക്ക് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ അച്ചാർ ഓർഡർ ചെയ്യുന്നവരുണ്ട്, ഇനി ഓർഡർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും മറ്റുള്ളവരോട് നമ്മുടെ കാര്യം പറയുന്നവരുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ യാത്രയുടെ ഭാഗമാണ് കേട്ടോ. ചിലരുടെ കമൻസ് ഞാൻ വായിക്കുമ്പോൾ ശരിക്കും നമ്മുടെ കണ്ണ് അറിയാറുണ്ട്. കാരണം അത്രയും നല്ല നല്ല അടിപൊളി കമൻസുകൾ വരാറുണ്ട്. നമ്മളെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും എത്ര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ചൂരമീൻ അച്ചാർ പാക്കിംഗ് ആണ് കേട്ടോ. കാരണം അത് നമുക്ക് ബോട്ടിൽ, വലിയ വലിയ ബോട്ടുകളിലേക്ക് എടുത്തു വെക്കാനുള്ള, ലോങ് ലൈഫ് അവിടെ വീട്ടിൽ എടുത്തു വെക്കാനുള്ള ഒരു ടൈം എനിക്ക് തന്നിട്ടില്ല. കാരണം എനിക്ക് അതിൽ ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് ഫിഷ്, അതുപോലെ തന്നെ ബീഫ്, വെളുത്തുള്ളി അങ്ങനെയുള്ള അച്ചാറുകളാണ് കൂടുതൽ ആൾക്കാർക്കും വേണ്ടത് കേട്ടോ. ആ ഒരു അച്ചാർ ഒന്ന് തണുക്കാനുള്ളൊരു സമയം മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ. അത് ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ ചൂടോടെ ഒരിക്കലും പാക്ക് ചെയ്യില്ല, നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്. അപ്പോൾ അതെന്തായാലും ചൂടോടുകൂടി എന്തായാലും പാക്ക് ചെയ്യില്ല. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടിലിൻ്റെ സ്റ്റിക്കർ കാണുമ്പോൾ അത് നമ്മുടെയാണ്, നമ്മുടെ പേര് എഴുതിയൊരു സ്റ്റിക്കറാണ്. അപ്പം അത് ശരിയായിട്ട് തന്നെ ചെയ്ത് മാത്രമേ നമ്മൾ പുറത്തേക്ക് വിടുകയുള്ളൂ. ഒരിക്കലും നമ്മുടെ ഒരു പേരിലൊരു ആർക്കും ഒരു മുഷിപ്പുണ്ടാവാൻ പാടില്ലല്ലോ. ലാലാസ് പിക്കിൾസ് എന്ന് പറയുന്ന പേര് കാണുമ്പോൾ തന്നെ മേടിക്കുന്ന ആളുകൾക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടാവണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. വലിയൊരു ബിസിനസ് വുമൺ ആകണം എന്നൊന്നും പറഞ്ഞ് തുടങ്ങിയതൊന്നുമല്ല ഞാൻ. എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം മാത്രം. ഇന്ന് ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്, നാളെ എന്താവുമെന്നൊന്നും അറിയില്ല. പക്ഷെ ശ്രമിക്കാതെ നിർത്തില്ല കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ കൂടെ ഉണ്ടാവണം നമ്മുടെ ഒപ്പം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.